Hello dears. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AVR മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എംബഡഡ് ഡിവൈസസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എംബഡഡ് ഡിവൈസസിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ വീട്ടിനകത്തുള്ള നമ്മുടെ വാഷിംഗ് മെഷീന്, മൈക്രോവേവ് അവൻസ്, അതുപോലെ മ്യൂസിക് സിസ്റ്റംസ്, അതുപോലെ നമ്മൾ റോഡിൽ കാണുന്ന ട്രാഫിക് ലൈറ്റ് കൺട്രോളർ, നമ്മളെ സിഗ്നൽ സിസ്റ്റംസ്, അതുപോലെ ഒരുപാട് ഡിവൈസസ് മൈക്രോ കൺട്രോളർ ബേസ്ഡ് എംബഡഡ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ഈ എംബഡഡ് സിസ്റ്റംസിനകത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഡിവൈസാണ് ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ട്രാഫിക് ലൈറ്റ് സിഗ്നൽ നിൽക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ ഒരു 60 സെക്കൻഡ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് സിഗ്നൽ വരണം. ദെൻ ആ 60 സെക്കൻഡ്സ് ഗ്രീൻ സിഗ്നൽ കഴിഞ്ഞതിന് ശേഷം റെഡ് സിഗ്നൽ വരണമെങ്കിൽ നമ്മൾ ആ 60 സെക്കൻഡ്സ് നമ്മൾ കൗണ്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കൗണ്ടിങ് പോസിബിൾ ആക്കുന്നത് ഈ ടൈമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈസസ് ആണ്. അപ്പോൾ നമ്മൾ വീട്ടിനകത്തുള്ള വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിലും അവിടെ നമുക്ക് വാഷ് ചെയ്യേണ്ട ടൈം സെറ്റ് ചെയ്ത് വെക്കാം. ടൈമർ യൂസ് ചെയ്തിട്ട് നമ്മൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വാഷിംഗ് മെഷീൻ്റെ ഫങ്ഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ടൈമേഴ്സ് എന്ന് പറഞ്ഞ ഡിവൈസസ് ആവശ്യമുണ്ട്. അപ്പോൾ AVR മൈക്രോ കൺട്രോളറിനകത്ത് ബിൽറ്റിനായിട്ട് തന്നെ ടൈമർ എന്ന് പറഞ്ഞ ഡിവൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൈക്രോ കൺട്രോളറിൻ്റെ IC വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ടൈമേഴ്സും കൂടെ അതിനകത്ത് ഇൻബിൽട്ടാണ്. ഓക്കെ, അപ്പോൾ ആ മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമേഴ്സിനെ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്കതുപോലെ ഇങ്ങനെ ഈ ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിന് ഡിലേ ആണ് വേണമെങ്കിൽ 5 മിനിറ്റ് ഡിലേ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അതുകൂടാതെ ഈ ടൈമർ എന്ന് പറഞ്ഞ ഈ ഡിവൈസിൻ്റെ പ്രത്യേകത അത് ടൈമറായിട്ടും അതുപോലെ തന്നെ കൗണ്ടറായിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഒബ്ജക്ട്സിനൊക്കെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇവൻറ്റ്സ് വരുമ്പോൾ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു മോളിലേക്കൊക്കെ കയറുന്ന സമയത്ത് അവിടെ ഒരു ഡോറിൻ്റെ അകത്ത് തന്നെ ഡോറിൽ തന്നെ മിക്കവാറും നമുക്കൊരു ഗേറ്റ് പോലെയൊക്കെ കാണാം. ഓക്കെ, ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു കൗണ്ട്, ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാം. അവിടെ അതിൻ്റെ മുകളിലായിട്ട് കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. എത്ര ആളെ എൻ്റർ ആയി അകത്തേക്ക് എന്നുള്ള കൗണ്ടൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു എക്സാമ്പിളാണ്. ഈ കൗണ്ടർ എന്ന് പറഞ്ഞ ഡിവൈസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഈ ഇവൻറ്റ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ഇവൻറ്റ്സ്. അപ്പോൾ ഓരോ ആൾക്കാരും അകത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആ കൗണ്ട് ഇങ്ങനെ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ AVR മൈക്രോ കൺട്രോളറിൽ ഈ ടൈമർ എന്ന് പറഞ്ഞ ഡിവൈസും കൗണ്ടർ എന്ന് പറഞ്ഞ ഡിവൈസും ഒറ്റ ഡിവൈസ് തന്നെയാണ്. ആ സെയിം ഡിവൈസിനെ നമുക്ക് എയ്തർ അതിനെ ടൈമറായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ടൈമറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കതിനെ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കൗണ്ടറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഇവൻറ്റ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഈ ടൈമേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലോക്ക് സിഗ്നൽസ് വേണം. അപ്പോൾ മൈക്രോ കൺട്രോളർ ഡിവൈസാണ് ടൈമറും. അപ്പോൾ ആ ടൈമർ അതിൻ്റെ ടൈം ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതല്ലെങ്കിൽ ഒരു കൗണ്ടർ ഈ എക്സ്റ്റേണൽ ഡിവൈസിനെ കൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലോക്ക് സിഗ്നൽസ് വേണം. ഓക്കെ, അപ്പോൾ ഈ ക്ലോക്ക് സിഗ്നൽസ് വരുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കൗണ്ടിങ് വാല്യൂ അല്ലെങ്കിൽ ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ വാല്യൂസ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഈ ക്ലോക്ക് പൾസസ് എയ്തർ ദ ക്ലോക്ക് പൾസ് ക്യാൻ ബി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. അപ്പോൾ നമുക്ക് മൈക്രോ കൺട്രോളറിനകത്ത് തന്നെയുള്ള ക്ലോക്ക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനുള്ള ഓസിലേറ്റർ സർക്യൂട്ട്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഇതുപോലത്തെ സിഗ്നൽസ് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയും ടൈമേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കാം. ഇഫ് യു യൂസ് ഇൻറ്റേർണൽ ക്ലോക്ക് സോഴ്സ് then frequency of the crystal oscillator is used by the timer. അപ്പോൾ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ക്ലോക്ക് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈക്രോ കൺട്രോളറിനകത്ത് തന്നെ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാവും. ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് നമ്മളിവിടെ ടൈമറിൻ്റെ ക്ലോക്ക് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്ലോക്ക് സിഗ്നൽസ് വരുന്ന സമയത്തും അത് കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ആ ഡിവൈസിന് നമ്മൾ പറയുന്ന പേര് കൗണ്ടർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മാളുകളിലൊക്കെ കാണുന്ന ആ ഗേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഓരോ ആൾക്കാരെ എൻ്റർ ചെയ്യുന്ന പോകുമ്പോൾ ആ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ആ ഗേറ്റ്.
അപ്പോൾ അതൊരു കൗണ്ടറിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് ഓരോ ആൾക്കാർ പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യൂ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകില്ല. നേരെ മറിച്ച് ടൈമർ ആണെങ്കിൽ ടൈമർ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്യും. പക്ഷേ ഇത് കൗണ്ടർ ആണെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലോക്ക് സിഗ്നൽ വരുന്ന സമയത്ത് മാത്രമേ അത് ഇൻക്രിമെൻ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പം AVR മൈക്രോ കൺട്രോളറിനകത്ത് ടൈമേഴ്സ് അല്ലെങ്കിൽ കൗണ്ടർ എന്ന് പറഞ്ഞ ഡിവൈസ് ബിൽറ്റിൻ ആയിട്ടുണ്ട്. രണ്ട് പർപ്പസിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇവൻസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിലേ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളതിനെ ടൈമേഴ്സ് എന്ന് പറയും. എക്സ്റ്റേണൽ ഇവൻസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളതിനെ കൗണ്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ടൈമേഴ്സ് മിക്കവാറും ഇൻറ്റേർണൽ ക്ലോക്ക് സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കൗണ്ടേഴ്സ് മിക്കവാറും എക്സ്റ്റേണൽ ക്ലോക്ക് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന മൈക്രോ കൺട്രോളർ അറ്റ്മലിൻ്റെ AVR മൈക്രോ കൺട്രോളറിന് ഒരുപാട് സീരീസ് ഉണ്ട്. ആ സീരീസിൽ മെഗാ സീരീസിൽ വരുന്ന ATmega32 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ATmega32 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളറിനകത്ത് നമുക്ക് 3 ടൈമേഴ്സാണ് ഉള്ളത്. 3 ടൈമേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ ഈ 3 ടൈമേഴ്സിന് ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈമേഴ്സിൻ്റെ പേര് ടൈമർ 0, ടൈമർ 1, ടൈമർ 2 ഇങ്ങനെയാണ് 3 ടൈമേഴ്സിൻ്റെ പേര്. ഇതിനകത്ത് ഈ ടൈമർ 0 ആൻഡ് ടൈമർ 2 ആർ 8 ബിറ്റ് ആൻഡ് ടൈമർ 1 ഈസ് 16 ബിറ്റ്. അപ്പോൾ ടൈമർ 0യും ടൈമർ 2ഉം 8 ബിറ്റാണ്, ടൈമർ 1 16 ബിറ്റാണ്. ഓക്കെ, അപ്പോൾ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് 8 മുതൽ 8 വരെ അത്രയാണ് മാക്സിമം അതിന് കൗണ്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതായത് 0000 അങ്ങനെ 80 to 8 വരെയാണ് മാക്സിമം ആ 8 ബിറ്റിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. അപ്പോൾ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും 0 1 1 1 1 1 0 അങ്ങനെ പറഞ്ഞിട്ട് അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അത് ലാസ്റ്റ് 8 ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓവർഫ്ലോ ആവുകയാണ് ചെയ്യുക. ഓക്കെ, 16 ബിറ്റ് ആണെങ്കിൽ അതിൻ്റെ കൗണ്ടിങ് വാല്യൂസ് അല്ലെങ്കിൽ ടൈം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത് 16 ബിറ്റ് വരെ മാക്സിമം നമുക്ക് അതിനകത്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈമർ 1 16 ബിറ്റും ടൈമർ 0യും ടൈമർ 2ഉം 8 ബിറ്റ് ടൈമേഴ്സുമാണ്. ഇനി ഇതാണ് ടൈമേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. നമ്മൾ പറഞ്ഞു ATmega32 എന്ന് പറഞ്ഞ മൈക്രോ കൺട്രോളറിനകത്ത് ടൈമർ 0 ഉണ്ട്, ടൈമർ 1 ഉണ്ട്, ടൈമർ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ടൈമേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ടൈമേഴ്സിന് കുറച്ച് രജിസ്റ്റേഴ്സ് ആവശ്യമുണ്ട്. ആ ടൈമേഴ്സിൻ്റെ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഇൻറ്റേർണലായിട്ട് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ രജിസ്റ്റേഴ്സിനെ പ്രോഗ്രാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ടൈമേഴ്സിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആ ICക്ക് അകത്തുള്ള ഒരു ഡിവൈസാണ് ഈ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആ ഡിവൈസിനെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ആകെ ICൻ്റെ പുറത്തേക്ക് കുറച്ച് പിന്നുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ICക്ക് ഉള്ളിലിരിക്കുന്ന ആ ടൈമർ എന്ന് പറഞ്ഞ ഡിവൈസിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും അതിനെ പ്രോഗ്രാം ചെയ്യാനും ഒക്കെ നമുക്ക് AVR മൈക്രോ കൺട്രോളറിനകത്ത് കുറച്ച് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ രജിസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ മൈക്രോ കൺട്രോളറിനകത്തുള്ള ടൈമേഴ്സിനെ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്ററാണ് ഈ TCNT എന്ന് പറയുന്ന രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ TCNT എന്ന് പറഞ്ഞാൽ ടൈമർ ഓർ കൗണ്ടർ. ഇത് ടൈമർ 0ൻ്റെ രജിസ്റ്റേഴ്സാണ്, ഇത് ടൈമർ 1ന് ആവശ്യമുള്ള രജിസ്റ്റേഴ്സാണ്, ഇത് ടൈമർ 2ന് ആവശ്യമുള്ള രജിസ്റ്റേഴ്സാണ്. 3 ടൈമേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓരോ ടൈമറിനകത്തും ഒരു TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ടൈമർ 0 ആണെങ്കിൽ അവിടെ TCNT 0 എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ഉണ്ട്, കണ്ടോ? അതേപോലെ ടൈമർ 1 ആണെങ്കിൽ അവിടെ TCNT 1 എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ഉണ്ട്. അതുപോലെ ടൈമർ 2 ആണെങ്കിൽ TCNT 2 എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. TCNT എന്ന് പറഞ്ഞാൽ ടൈമർ ഓർ കൗണ്ടർ രജിസ്റ്റർ എന്നാണ് എൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസ് ആണ് ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഇതിനകത്താണ് കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് ഈ രജിസ്റ്റർ. ഓക്കെ, പിന്നെ അതുകൂടാതെ ഒരു OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. OCRൻ്റെ ഫുൾ ഫോം ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ എന്ന്. ഔട്ട്പുട്ട് കമ്പയർ ചെയ്യാനുള്ള രജിസ്റ്റർ, ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ അതും ഈ ഓരോ ടൈമേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ടൈമർ 0ക്കാണെങ്കിൽ OCR 0 എന്ന് പറഞ്ഞ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഈ ടൈമർ 1 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ടൈമർ 1 ഒരു 16 ബിറ്റ് ടൈമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ OCR 1A എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, OCR 1B എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഇങ്ങനെ 2 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ.
പിന്നെ ടൈമർ 2-ന് അതുപോലെ OCR2 എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം രജിസ്റ്റേഴ്സിൻ്റെ പേര് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ അത് ടൈമറിൻ്റെ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനകത്തുള്ള വാല്യൂസാണ് ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷന് എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയും. ഓക്കെ, അതുകൂടാതെ ഇവിടെ ഒരു TOV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ് ഉണ്ട്. ഇതൊരു സിംഗിൾ ബിറ്റാണ്, ഒരു ഫ്ലാഗ് ബിറ്റ്. അപ്പോൾ ആ ഫ്ലാഗ് ബിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററിലാണ് നമ്മൾ ഈ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഇതിന് ഇനീഷ്യലി ഇത് 0 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും 1 2 3 4 അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് 8 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 255 വരെയാണ് മാക്സിമം കൗണ്ട് ചെയ്യാൻ പറ്റുക. 255 ക്ലോക്ക് സിഗ്നൽസ് വരെ കൗണ്ട് ചെയ്യാം. ഇൻക്രിമെൻറ്റ് ചെയ്ത് 1 2 3 4 അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് മാക്സിമം 8 ബിറ്റ് വെച്ചിട്ട് നമുക്ക് 255 വരെ കൗണ്ട് ചെയ്യാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലോക്ക് സിഗ്നൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ 8 ബിറ്റിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓവർഫ്ലോ. ഇങ്ങനെ ഈ രജിസ്റ്റർ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്ലാഗ് ബിറ്റിൻ്റെ ഒരു സിംഗിൾ ബിറ്റ്, ഈ ബിറ്റിൻ്റെ വാല്യൂ 1 ആവും. ഓക്കെ, അപ്പോൾ TOV എന്ന് പറഞ്ഞാൽ ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് ടൈമർ 0ക്ക് TOV 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടൈമർ 1-ന് TOV 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈമർ 2ക്ക് TOV 2 എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ടൈമർ ഓവർഫ്ലോ ആവുന്ന സമയത്ത് ഈ TOV എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് 1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ടൈമർ കൗണ്ട് ചെയ്ത് അതിൻ്റെ മാക്സിമം ലിമിറ്റ് കഴിഞ്ഞ് പിന്നീട് ഓവർഫ്ലോ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ ഒരു OCF എന്ന് പറഞ്ഞ ഫ്ലാഗ് ഉണ്ട്, ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 0. ഇവിടെ ഒരു ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ ഉണ്ട്. അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ ഒരു OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ OCR എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി ഈ TCNT രജിസ്റ്ററിലാണ് നമ്മൾ കൗണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ 0 മുതൽ 255 വരെയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈമർ ഓവർഫ്ലോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 255 കഴിഞ്ഞ് 256ാമത്തെ സിഗ്നൽ വരുന്ന സമയത്താണ് ഈ ടൈമർ ഓവർഫ്ലോ ആവുക. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എനിക്കൊരു 10 പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു സെൻസർ വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിൽ 10 ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗേറ്റ് ക്ലോസ് ആവണം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമറിന് ഈ കൗണ്ടർ 10 പ്രാവശ്യം വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഗേറ്റിൻ്റെ സ്വിച്ചിലേക്ക് ഒരു സപ്ലൈ കൊടുത്തിട്ട് ഗേറ്റിന് വേണമെങ്കിൽ ക്ലോസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആ ഒരു മോട്ടർ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു 10 പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ OCR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് ഒരു 10 എന്ന് പറഞ്ഞ വാല്യൂ ആദ്യമേ കൊടുത്തു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 10 പ്രാവശ്യമാണ് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്തൊരു ഇനീഷ്യൽ വാല്യൂ ആയിട്ട് 10 എന്ന് കൊടുക്കാം. ഈ TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ ഈ സ്റ്റാർട്ടിങ്ങിൽ 0 ആയിരിക്കും. ഓക്കെ, പിന്നെ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഈ TCNTൻ്റെ വാല്യൂ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ക്ലോക്ക് സിഗ്നലിലും ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യും. ആ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ OCR-ആയിട്ട് കമ്പയർ ചെയ്യും. ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കും. ഇവിടെ ഒരു കമ്പാരറ്റർ ഉണ്ട്, ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ 0 എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തത് 1 ആവും. പക്ഷേ ഇവിടെ നമ്മൾ 10 ആണ് വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തതെന്ന് വിചാരിച്ചു. അപ്പോൾ 1ഉം 10ഉം ഈക്വൽ അല്ല. അപ്പോൾ വീണ്ടും അടുത്ത ക്ലോക്ക് സിഗ്നൽ വരുമ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് 2 ആവും. അങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. അവസാനം 10ാമത്തെ ക്ലോക്ക് സിഗ്നൽ വരുമ്പോൾ ഇതും 10 ആവും, ഈ OCR-നകത്തും 10 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആവും. അങ്ങനെ അത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ, അതായത് TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും OCR എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് എന്ന് പറഞ്ഞ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇനി ഒരു ഇനീഷ്യലി കൗണ്ട് വാല്യൂ OCR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ OCR-ൻ്റെ വാല്യൂവും TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ വാല്യൂവും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഈ TCNT നോർമലി ഓവർഫ്ലോ ആവുകയാണെങ്കിൽ 255 കഴിഞ്ഞാൽ മാത്രമേ അത് ഓവർഫ്ലോ ആവുകയുള്ളൂ. ഓക്കെ, അതല്ലാത്ത കേസിൽ നമുക്ക് ആവശ്യമുള്ള കൗണ്ട് ഇപ്പോൾ ഒരു 50 പ്രാവശ്യം ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 50 എന്ന് കൊടുത്തിട്ട് ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും TCNT ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഈ ഇതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ഫ്ലാഗ് ബിറ്റ് 1 ആക്കി സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ OCF എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഗ് ബിറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടൈമർ 0ൻ്റെ കേസിലാണ് 8 ബിറ്റ് ടൈമറാണ്. അതേപോലെ തന്നെ ടൈമർ 2ൻ്റെ കേസിലും സെയിം തന്നെയാണ്. ഇവിടെ OCR 2 ആണ്, ഇവിടെ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 2 ആണ്. ഓക്കെ,
അപ്പം ഇത് രണ്ടും 8 ബിറ്റ് ആയതുകൊണ്ട് സെയിം ആണ്. പക്ഷേ ടൈമർ 1 എന്ന് പറഞ്ഞാൽ അതൊരു 16 ബിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് OCR1A എന്ന് പറഞ്ഞ രജിസ്റ്ററും ഉണ്ട്, OCR1B എന്ന് പറഞ്ഞ രജിസ്റ്ററും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 16 ബിറ്റ് ടൈമറിനെ 2 8 ബിറ്റ് ടൈമറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ 2 8 ബിറ്റ് ടൈമറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ നമ്മൾ ഈ OCR1A എന്ന് പറഞ്ഞ രജിസ്റ്ററും OCR1B എന്ന് പറഞ്ഞ രജിസ്റ്ററും സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ TCNTൻ്റെ വാല്യൂ OCR1A ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ OCF1A എന്നുള്ളത് ഫ്ലാഗ് ബിറ്റ് 1 ആവും, അല്ലെങ്കിൽ ഈ ഫ്ലാഗ് ബിറ്റ് 1 ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ OCF എന്ന് പറഞ്ഞ ഫ്ലാഗിൻ്റെ ആവശ്യം അതൊരു ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഈ OCR രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും TCNT എന്ന് പറഞ്ഞ ടൈമർ ഓർ കൗണ്ടർ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റും ഈക്വൽ ആവുകയാണെങ്കിൽ ഈക്വൽ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന ഒരു രജിസ്റ്ററാണ് TCCR. TCCR എന്ന് പറഞ്ഞാൽ ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ എന്നാണ് ഫുൾ ഫോം. ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ ടൈമർ 0ക്ക് TCCR 0 ഉണ്ട്, ടൈമർ 2ന് TCCR 2 ഉണ്ട്. ഓക്കെ, ഈ ടൈമർ 1 16 ബിറ്റ് ടൈമറാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് 2 സെപ്പറേറ്റ് 8 ബിറ്റ് ടൈമറായിട്ട് വർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൺട്രോൾ രജിസ്റ്റേഴ്സ് 2 ഉണ്ട്. TCCR 1B ഉണ്ട്, TCCR 1A ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ, ഇത് ഈ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈമറിനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും അതുപോലെ അതിൻ്റെ മോഡ് സെറ്റ് ചെയ്യും, അതിൻ്റെ ക്ലോക്ക് സിഗ്നൽസ് സെലക്ട് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ്. ആ രജിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ TCCR രജിസ്റ്ററും ഉണ്ടാവും. അപ്പോൾ ഈ ഇത്രയും രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ടൈമറിൽ കൗണ്ടറിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. TCCR രജിസ്റ്റർ കാണാം, OCR രജിസ്റ്റർ ഉണ്ടാവും, TCNT രജിസ്റ്റർ ഉണ്ടാവും, അതുപോലെ TOV ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ടാവും, ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് ഉണ്ടാവും. ഓക്കെ, ഇത് ടൈമർ 0ൻ്റെ കേസിൽ, ഇത് ടൈമർ 2ൻ്റെ കേസിൽ അത് രണ്ടും സെയിം തന്നെയാണ്. ടൈമർ 0യും ടൈമർ 2യും 2 8 ബിറ്റ് തന്നെയാണ്. ആ രജിസ്റ്ററിൻ്റെ പേരിൽ 0 എന്ന് കാണുന്നിടത്ത് 2 എന്നാക്കിയാൽ മതി. ഈ ടൈമർ 1 16 ബിറ്റ് ആയതുകൊണ്ട് തന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് രജിസ്റ്റേഴ്സും കൂടെ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈമേഴ്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ രജിസ്റ്റേഴ്സ് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ടൈമേഴ്സിനകത്ത് വരുന്ന രജിസ്റ്റർ. ഫസ്റ്റത്തെ രജിസ്റ്ററാണ് TCNT. ഓക്കെ, ഈ N എന്നിട്ടത് ടൈമർ 0 ആണെങ്കിൽ TCNT 0 ആയിരിക്കും, ടൈമർ 1 ആണെങ്കിൽ TCNT 1 ആയിരിക്കും, ടൈമർ 2 ആണെങ്കിൽ TCNT 2 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ Nൻ്റെ സ്ഥാനത്ത് ആ ടൈമറിൻ്റെ നമ്പറാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗം ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ കൗണ്ട് വാല്യൂ. ഇതിനകത്താണ് ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ആ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്ന ആ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇൻ ATmega32 വി ഹാവ് TCNT 0, TCNT 1 ആൻഡ് TCNT 2. 3 TCNT രജിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് ടൈമർ 0ൻ്റെത്, ഇത് ടൈമർ 1ൻ്റെത്, ഇത് ടൈമർ 2ൻ്റെത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് TCCR. നമ്മൾ നേരത്തെ പറഞ്ഞ് ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ എന്നാണ്. ഓക്കെ, അതും ഈ Nൻ്റെ സ്ഥാനത്ത് 0 1 2 അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ടൈമേഴ്സിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ടൈമർ. ടൈമറിൻ്റെ ഓപ്പറേഷൻ മോഡ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ TCCR എന്ന് പറഞ്ഞ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ടൈമർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ. ഇൻ ATmega32 വി ഹാവ് TCCR 0 ഉണ്ട് ടൈമർ 0ക്ക് വേണ്ടിയിട്ട്, TCCR 1A 1B ഇത് രണ്ടും ടൈമർ 1ന് വേണ്ടിയിട്ടാണ്, അതുപോലെ TCCR 2 ടൈമർ 2ക്ക് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വരുന്ന രജിസ്റ്ററാണ് OCR. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെറ്റ് എ ലിമിറ്റ് ഓൺ ദ ടൈമർ ഓർ കൗണ്ട് വാല്യൂ. അപ്പോൾ ടൈമർ അല്ലെങ്കിൽ കൗണ്ടിങ് വാല്യൂസിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു TCNT എന്ന് പറഞ്ഞാൽ അതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അതിനകത്താണ് കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ. അത് 0 മുതൽ 255 വരെയാണ് മാക്സിമം അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണോ അത് ഓവർഫ്ലോ ആവുക. ഓക്കെ, അതല്ലാതെ നമുക്ക് ടൈമർ എത്ര പ്രാവശ്യം കൗണ്ട് ചെയ്യണം എന്നുള്ളത് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, the content of OCR register is compared with the content of TCNT. When they are equal, then output compare flag OCF will be set. ഈ ഫ്ലാഗ് 1 ആവും. അതായത് OCRൻ്റെ കണ്ടന്റും TCNTൻ്റെ കണ്ടന്റും സെയിം ആണെങ്കിൽ. ATmega32 we have OCR 0 ഉണ്ട്, OCR 1A 1B ഉണ്ട് ടൈമർ 1ന് വേണ്ടിയിട്ട്, അതുപോലെ OCR 2 ഉണ്ട് ടൈമർ 2ന് വേണ്ടിയിട്ട്. ഓക്കെ, OCR എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ.
നെക്സ്റ്റ് നമുക്ക് ടൈമർ 0ൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ടൈമർ 0നെ പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടൈമറിൻ്റെ പ്രോഗ്രാം ചെയ്യാനുള്ള രജിസ്റ്റേഴ്സൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ്, അത് കൂടാതെ ടൈമേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സും അതിൻ്റെ ബിറ്റുകളുടെ ഫംഗ്ഷനും കൂടെ നമ്മൾ പഠിച്ചാലേ നമുക്ക് ടൈമേഴ്സിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈമർ 0നെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ടൈമേഴ്സിനകത്ത് വരുന്ന കൗണ്ടിങ് വാല്യൂസ് TCNT0 എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈമർ 0 is an 8-bit timer. The TCNT0 register is used to store the count value. The TCNT0 register is an 8-bit register. ഓക്കെ, ഇതുപോലെ 8 ബിറ്റ് ആയിരിക്കും അതിൻ്റെ സൈസ്. നെക്സ്റ്റ് ടൈമർ 0നെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ TCCR0 എന്ന് പറഞ്ഞ രജിസ്റ്റർ, ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ 0, ടൈമർ 0 ആണെങ്കിൽ ഇവിടെ 0 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ TCCR0 ഇതാണ് കൺട്രോൾ രജിസ്റ്റർ. അപ്പോൾ ഈ കൺട്രോൾ രജിസ്റ്ററിനകത്ത് നിന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമേഴ്സിൻ്റെ രജിസ്റ്റർ. ഈ രജിസ്റ്ററിനകത്ത് 8 ബിറ്റുള്ള ഒരു രജിസ്റ്ററാണിത്. അതിനകത്തുള്ള ഓരോ ബിറ്റിനും ഓരോ പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ട്. ഈ ബിറ്റിൻ്റെ വാല്യൂസ് 0ഉം 1ഉം ആവുന്നതിനനുസരിച്ചാണ് നമുക്ക് ആ ടൈമറിനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ ബിറ്റിൻ്റെ ഫംഗ്ഷൻസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ടൈമറിനെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ TCCR എന്ന് പറഞ്ഞ രജിസ്റ്റർ, ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്ററിനകത്ത് വരുന്ന ഈ ലാസ്റ്റത്തെ 3 ബിറ്റ് ആദ്യം നമുക്ക് എടുക്കാം. ലാസ്റ്റത്തെ 3 ബിറ്റ്. ഓക്കെ, ആ ബിറ്റ് 0, 1, 2. അതിൻ്റെ പേര് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. CS02, CS01, CS00. അപ്പോൾ CS എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോക്ക് സെലക്ടർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, ക്ലോക്ക് സെലക്ടർ. ഓക്കെ, അപ്പോൾ ഈ ടൈമർ വർക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടൈമർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ക്ലോക്ക് സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് ടൈമേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലോക്ക് സിഗ്നൽ വരുന്ന സമയത്ത് ഈ ടൈമർ അല്ലെങ്കിൽ കൗണ്ടിങ് വാല്യൂസ് 1 വെച്ചിട്ട് ഇങ്ങനെ ഇൻക്രിമെൻ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ 3 ബിറ്റുകൾ, അതായത് ഇത് 3 ബിറ്റും ക്ലോക്ക് സെലക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 3 ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 8 കോമ്പിനേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 3 ബിറ്റും 000 ആയിരിക്കാം, 001 ആയിരിക്കാം, ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരുന്ന 3 ബിറ്റും 000 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നോ ക്ലോക്ക് സോഴ്സ് ആണ്, അത് ടൈമർ ഓർ കൗണ്ടർ സ്റ്റോപ്പ്ഡ്. അപ്പോൾ എനിക്ക് ടൈമർ 0നെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ TCCR0 എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ടല്ലോ, ആ രജിസ്റ്ററിനകത്തുള്ള ഈ അവസാനത്തെ 3 ബിറ്റിന് 0 ആക്കിയാൽ മതി. ഈ 3 ബിറ്റും 0 ആണെങ്കിൽ ടൈമറിലേക്ക് ഒരു ക്ലോക്ക് സിഗ്നലും വരില്ല. അതിൻ്റെ അർത്ഥം ടൈമർ സ്റ്റോപ്പായി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ 000 എന്നുള്ളത് ഈ 3 ബിറ്റിലേക്ക് 000 കൊടുത്താൽ മതി. അപ്പോൾ ടൈമർ സ്റ്റോപ്പ് ആവും. ഈ 001 ആണ് ഈ 3 ബിറ്റിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സാധാരണത്തെ ക്ലോക്ക് സിഗ്നൽ എന്താണോ ആ ക്ലോക്ക് സിഗ്നൽ, ഇപ്പോൾ മൈക്രോ കൺട്രോളറിനകത്തുള്ള ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ഉണ്ടാവും, അതൊരു ക്ലോക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ക്ലോക്ക് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എത്രയാണോ അതിനകത്തുള്ള ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഈ ഇതിൻ്റെ കൗണ്ട് വാല്യൂ 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അതാണ് നോർമൽ ക്ലോക്ക്. ഇനി 010 എന്നാണെങ്കിൽ ക്ലോക്ക് ബൈ 8 എന്നാണ്. ക്ലോക്ക് ബൈ 8 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളിവിടെ 010 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 8 ക്ലോക്ക് സിഗ്നൽ വന്നാലേ ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അതായത് ടൈമറിലേക്ക് ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴാണ് ടൈമറിനെ കൗണ്ടിങ് വാല്യൂസ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ 8 ക്ലോക്ക് സിഗ്നൽ വരുമ്പോൾ നമുക്ക് ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് 010 എന്ന് കൊടുക്കാം ഈ ബിറ്റിൻ്റെ, ഈ 3 ബിറ്റുകളുടെ പൊസിഷനിൽ. ഓക്കെ, ഇത് നമ്മളവിടെ 011 എന്നാണ് കൊടുത്തതെങ്കിൽ 011 എന്നാണ് കൊടുത്തതെങ്കിൽ ക്ലോക്ക് ബൈ 64 ആണ്. അതായത് 64 ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴേ ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ്. അതുപോലെ 100 ആണെങ്കിൽ ക്ലോക്ക് ബൈ 256, ആ 256 ക്ലോക്ക് സിഗ്നൽ വന്നാലേ ഒരു കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ അത് 101 എന്നാണെങ്കിൽ ക്ലോക്ക് ബൈ 1024, അതായത് 1024 ക്ലോക്ക് സിഗ്നൽ പാസ് ചെയ്യുമ്പോഴേ കൗണ്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിലേ കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കൂടുതൽ ഡിലേ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി 2 ഓപ്ഷനും കൂടി ഉണ്ട്, 110ഉം 111ഉം. ഓക്കെ, അത് രണ്ടും നമുക്ക് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ക്ലോക്ക് സോഴ്സ് ആണെങ്കിൽ. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഇവൻസിനെ കൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനെ ടൈമറായിട്ടും കൗണ്ടറായിട്ടും യൂസ് ചെയ്യാൻ നമ്മൾ പറയും. അപ്പോൾ ടൈമറായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് മുകളിലത്തെ ബാക്കി 6 ഓപ്ഷൻസ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി കൗണ്ടർ ആണെങ്കിൽ പുറമേ നിന്നുള്ളൊരു സിഗ്നലാണ്, നമുക്ക് ഒരു സെൻസറിൻ്റെ ഔട്ട്പുട്ടൊക്കെയാണ് നമ്മൾ ഇതിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുക. ആ സെൻസറിന് എപ്പോഴാണോ ഔട്ട്പുട്ട് വരുന്നത് ആ സമയത്ത് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ആ സെൻസറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ T0 എന്ന് പറഞ്ഞ പിന്നിലേക്കാണ് കൊടുക്കുക. ടൈമർ 0ൻ്റെ G0 എന്ന് പറഞ്ഞ പിന്നിലേക്കാണ് കൊടുക്കുക. അപ്പോൾ ആ പിന്നിലേക്ക് വരുന്ന ഔട്ട്പുട്ടിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ ആ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് അത് ഓരോ ഫോളിങ് എഡ്ജിൽ വരുന്ന സമയത്തും കൗണ്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഓരോ റൈസിങ് എഡ്ജ് വരുന്ന സമയത്തും കൗണ്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അതായത് ഫോളിങ് റൈസിങ് എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സ്ക്വയർ വേവ് ഉണ്ടാവുമല്ലോ. ഇതിനാണ് നമ്മളിത് മുകളിലേക്ക് പോകുന്നതാണ്. ഇതിനാണ് നമ്മൾ റൈസിങ് എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതിനാണ് നമ്മൾ ഫോളിങ് എഡ്ജ് എന്ന് പറയുന്നത്. അപ്പം ഈ കൗണ്ടറിനെ നമുക്ക് രണ്ട് രീതിയിലും വർക്ക് ചെയ്യാം. ഒന്നുകിൽ ഫോളിങ് എഡ്ജിൽ ഓരോ ഫോളിങ് എഡ്ജ് വരുന്ന സമയത്തും ഇങ്ങനെ കൗണ്ട് ഇങ്ങനെ കൂട്ടി പോകാം, അല്ലെങ്കിൽ ഓരോ റൈസിങ് എഡ്ജ് വരുന്ന സമയത്തും കൗണ്ട് കൂട്ടി പോകാം. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഇനി ഇങ്ങനെയാണ് ക്ലോക്ക് വരുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ കുറേ സ്ട്രൈറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതൊരു റൈസിങ് എഡ്ജാണ്, ഇതൊരു ഫോളിങ് എഡ്ജാണ്. അപ്പോൾ ഇത് റൈസിങ് എഡ്ജ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1, 2 രണ്ട് കൗണ്ട്. ഫോളിങ് എഡ്ജ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് 1, ഇത് 2. ഓക്കെ, അപ്പോൾ ആ രണ്ട് രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഈ കൗണ്ടറിൻ്റെ ഈ എക്സ്റ്റേണൽ പിന്നിനെ, ഈ ക്ലോക്ക് സോഴ്സിനെ നമുക്ക് കോൺഫിഗർ ചെയ്യും. അത് ഓരോ റൈസിങ് എഡ്ജ് വരുന്ന സമയത്തും കൗണ്ട് ചെയ്യണോ, അതോ ഓരോ ഫോളിങ് എഡ്ജ് വരുന്ന സമയത്തും കൗണ്ട് ചെയ്യണം. ചിലപ്പോൾ അത് സെൻസറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഹൈ ആയിട്ടായിരിക്കും എപ്പോഴും നിൽക്കുക. ഒരാൾ ചിലപ്പോൾ ഇങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ സെൻസർ കട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫോളിങ് എഡ്ജ് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ സെൻസറിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും ഇതുപോലെ ഹൈ ആയിട്ട് തന്നെ ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ഓരോ ഫോളിങ് എഡ്ജ് വരുന്ന സമയത്ത് കൗണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ 110 എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഈ ലാസ്റ്റ് 3 പിന്നിൽ 110 എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ഇവിടെ 110. ഓക്കെ, അത് 111 ആണെങ്കിൽ അത് റൈസിങ് എഡ്ജിലായിരിക്കും കൗണ്ട് ചെയ്യും. അപ്പോൾ ഒരു ലാസ്റ്റ് 3 ബിറ്റിൻ്റെ ഫങ്ഷൻസ് ഇതാണ്. അപ്പോൾ ഇതാണ് ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും, അതുപോലെ ടൈമറിൻ്റെ ക്ലോക്ക് സിഗ്നൽ ഏത് വേണം, എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ 3 ബിറ്റുകളാണ്. അപ്പോൾ ഈ 3 ബിറ്റിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡാറ്റ ആയിരിക്കും നമ്മൾ ഈ 3 ബിറ്റിൽ കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ആ ടൈമർ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, ഇനി വരുന്നത് ഇത് രണ്ടെണ്ണമാണ്. അതായത് WGM00, WGM01. ഓക്കെ, WGM എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം വേവ് ജനറേഷൻ മോഡ് എന്നാണ്. വേവ് ജനറേഷൻ മോഡ്. ഓക്കെ, അപ്പോൾ WGM-നകത്ത് രണ്ടെണ്ണം ഉണ്ട്, 00 ഉണ്ട്, 01 ഉണ്ട്. ഓക്കെ, രണ്ടും അടുത്തടുത്തല്ല. ഒന്ന് ഇവിടെയാണ് 6ാമത്തെ ബിറ്റാണ്, ഒന്ന് 3ാമത്തെ ബിറ്റുമാണ്. അപ്പോൾ അത് 2 ബിറ്റ് ഒരു ടൈപ്പിലാണ്. അതിന് 2 ബിറ്റിൻ്റെയും നമുക്ക് ഇതുപോലെ 4 കോമ്പിനേഷൻ ഉണ്ടാവും. 00 ആവാം, 01 ആവാം, 10 ആവാം, 11 ആവാം. ഓക്കെ, അപ്പോൾ ഇത് ടൈമറിൻ്റെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോഡ് നേരത്തെ നമ്മളിവിടെ പറഞ്ഞ ഇത് 3 ക്ലോക്ക് സിഗ്നൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. WGM 2 ടൈമറിൻ്റെ മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ആ 2 ബിറ്റും നമ്മൾ 00 കൊടുക്കുകയാണ്. അതായത് ഇവിടെയും 0, അപ്പോൾ ഇവിടെയും 0 ആണെങ്കിൽ, രണ്ടും 00 ആണെങ്കിൽ ടൈമർ 0 നോർമൽ മോഡിലാണ് വർക്ക് ചെയ്യുക. നോർമൽ മോഡ്. ഓക്കെ, അപ്പോൾ ആ ടൈമറിന് ഡിഫറെൻറ്റ് മോഡിൽ 4 മോഡിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റത്തെ മോഡാണ് നോർമൽ മോഡ്. നോർമൽ മോഡ് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും കൗണ്ട് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നതിനാണ് നോർമൽ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ബിറ്റുകളും 0, ഇതും 0 ആണെങ്കിൽ ടൈമർ 0 നോർമൽ മോഡിലായിരിക്കും വർക്ക് ചെയ്യുക. ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും കൗണ്ട് ഇൻക്രിമെൻറ്റ്. രണ്ടാമത്തത് 01 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം CTC മോഡ് എന്നാണ്. CTC മോഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച്. അത് നമ്മൾ നേരത്തെ ഒരു രജിസ്റ്ററും കൂടി പറഞ്ഞിരുന്നു, OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ആ OCR എന്ന് പറഞ്ഞ രജിസ്റ്ററും TCNT എന്ന് പറഞ്ഞ ടൈമർ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ 2 രജിസ്റ്ററിൻ്റെയും കണ്ടന്റ് ഈക്വൽ ആവുകയാണെങ്കിൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യാനുള്ള മോഡിനെ നമ്മൾ ഈ CTC മോഡ് എന്നാണ് പറയുക. ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച്. ഇപ്പോൾ CTC മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 0, 1 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുക്കുക. ഇവിടെ 0യും ഇവിടെ 1ഉം കൊടുത്തു കഴിഞ്ഞാൽ അത് CTC മോഡിലായിരിക്കും. ഇനി 0, 1 എന്നാണെങ്കിൽ അത് PWM മോഡ് എന്നാണ്. PWM എന്ന് പറഞ്ഞാൽ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഓക്കെ, ആ മോഡിലാണ് വർക്ക് ചെയ്യുക. അടുത്തത് 11 എന്നാണെങ്കിൽ ഫാസ്റ്റ് PWM, ഫാസ്റ്റ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 2 ബിറ്റുകൾ WGM, അതായത് വേവ് ജനറേഷൻ മോഡിൻ്റെ 2 ബിറ്റുകൾ ഉപയോഗിക്കുന്നത് ടൈമറിന് മോഡ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 മോഡുകളുണ്ട്. നോർമൽ മോഡ്, CTC മോഡ്, PWM മോഡ്, ഫാസ്റ്റ് PWM മോഡ്. അപ്പോൾ ആ 2 ബിറ്റുകളിൽ ഇതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ടൈമറിൻ്റെ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ടൈമർ 0നെ നമുക്ക് നോർമൽ മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ WGM-ൽ 2ലും 00 കൊടുക്കാം.
അപ്പോൾ ടൈമർ 0 നോർമൽ മോഡിലോ. അതായത് CTC മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ 0 1 കൊടുക്കാം. അങ്ങനെ. ഓക്കെ. പിന്നുള്ളത് ഈ D7 എന്ന് പറഞ്ഞ ബിറ്റ് FOC എന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. FOC അതിൻ്റെ ഫുൾ ഫോം ഫോഴ്സ് കമ്പയർ മാച്ച് എന്നാണ്. ഫോഴ്സ് കമ്പയർ മാച്ച്. ഓക്കെ. അത് D7 എന്ന് പറഞ്ഞ ബിറ്റാണ്. അതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ ഒരു OCR മോഡിൻ്റെ കേസിൽ പറഞ്ഞു അല്ലേ. OCR മോഡ് എന്ന് പറഞ്ഞാൽ TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, അതുപോലെ OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഒരു TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററും പിന്നെ OCR എന്ന് പറഞ്ഞ രജിസ്റ്ററും ഉണ്ട്. ഈ രണ്ട് രജിസ്റ്ററും കമ്പയർ ചെയ്തിട്ട് നമ്മൾ OCRനകത്ത് നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കും. ഓക്കെ. ആ ഇനീഷ്യൽ വാല്യൂ TCNTക്ക് ഈക്വൽ ആവുകയാണെങ്കിൽ, അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യലാണ് CTC മോഡ്. ഇനി ഇത് ഈക്വൽ ആവാതെ തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടൈമറിനെ ഫോഴ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഈക്വൽ ആവും. അപ്പോൾ ഇതിനകത്ത് 10 OCRനകത്ത് ഒരു 10 ആണെന്ന് വിചാരിച്ചോ നമ്മൾ ഇനീഷ്യലി സ്റ്റോർ ചെയ്ത് വെച്ചത്. പക്ഷേ TCNTയിലാണ് ടൈമറിൻ്റെ കൗണ്ടിങ് വാല്യൂസ് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുക. അപ്പോൾ തൽക്കാലം ഒരു 8 ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് ടൈമറിനെ ഫോഴ്സ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യണം എന്ത് ചെയ്യണം, ഇതിനെ രണ്ടിനെ ഈക്വൽ ആക്കണം. അപ്പോൾ അതിനെ രണ്ടിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിറ്റ്. ഈ FOC എന്ന് പറഞ്ഞ ബിറ്റിലേക്ക് നമ്മൾ 1 റൈറ്റ് ചെയ്ത് വെച്ചതിന് എൻ്റെ അർത്ഥം അത് കമ്പയർ ചെയ്തിട്ട് അത് രണ്ടും ഈക്വൽ ആയി എന്ന് ടൈമറിനെ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യിക്കാം. ഓക്കെ. ആക്ച്വലി അത് ഈക്വൽ ആയിട്ടില്ല, അത് 10 ഇത് 8 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ രണ്ടും ഈക്വൽ അല്ല. ഈക്വലാണ് ഇനിയും ക്ലോക്ക് സിഗ്നൽസ് വരണം. പക്ഷേ നമുക്ക് ടൈമറിനെ എമർജൻസി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ അത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ ടൈമറിനോട് പറയും. ഓക്കെ. അങ്ങനെ ടൈമറിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് FOC എന്ന് പറഞ്ഞ ബിറ്റ്. ഫോഴ്സ് കമ്പയർ മാച്ച് എന്നാണ്. ഓക്കെ. അപ്പോൾ അതിലേക്ക് 1 റൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കമ്പയർ മാച്ച് ആയി എന്നുള്ള രീതിയിലായിരിക്കും പിന്നെ അത് ആ ടൈമർ വർക്ക് ചെയ്യുക. ഓക്കെ. ഇനി ലാസ്റ്റ് ഒരു COM ഉണ്ട്, 2 COM 0001. ഓക്കെ. അതായത് ഇവിടെ COM 01 COM 00. ഇത് കമ്പയർ ഔട്ട്പുട്ട് മോഡാണ്. കമ്പയർ ഔട്ട്പുട്ട് മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ വേവ് ജനറേഷന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയത്, കുറച്ച് കോംപ്ലക്സ് പ്രൊസീജിയറാണ് വേവ് ജനറേഷൻ എന്നുള്ള കൺസെപ്റ്റ്. അപ്പം ഈ 2 ബിറ്റുകൾ വേവ് ജനറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേവ് ജനറേഷൻ മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇത്രയും പറഞ്ഞാൽ മതി. ഓക്കെ. COM എന്ന് പറഞ്ഞാൽ ഈ 2 ബിറ്റുകൾ വേവ് ജനറേഷൻ മോഡിൽ ടൈമർ വർക്ക് ചെയ്യുമ്പോഴാണ് അത് രണ്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ടൈമറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രജിസ്റ്റർ, TCCR, ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ. അപ്പോൾ അതിലെ ഓരോ ബിറ്റിനെയും നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ആ ടൈമറിന് ആവശ്യമുള്ള ക്ലോക്ക് സിഗ്നൽസ് എങ്ങനെയാണ് വേണ്ടത്, ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഇത് കമ്പയർ മാച്ച് ആക്കണോ ആക്കണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് ഈ കൺട്രോൾ രജിസ്റ്റർ. ഓക്കെ. നെക്സ്റ്റ് ടൈമറിന് വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമുക്കൊരു പ്രധാനപ്പെട്ട രജിസ്റ്ററും കൂടി വേണം. ആ രജിസ്റ്ററിൻ്റെ പേരാണ് TIFR. ഓക്കെ. അപ്പം ടൈമർ ഓർ കൗണ്ടർ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ. ഒരു ടൈമർ ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ. ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് CPUവിന് മനസ്സിലാവുക ടൈമർ ഓവർഫ്ലോ ആയെന്നുള്ളത്. ടൈമറിൻ്റെ ഒരു ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. അതേപോലെ ആ ടൈമറിൻ്റെ ഇൻ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഫ്ലാഗ് രജിസ്റ്ററാണ് ഈ TIFR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് കംപ്ലീറ്റ് ഫ്ലാഗ്സ് ആണ്. ഓരോ ബിറ്റും ഓരോ ഫ്ലാഗ് രജിസ്റ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തുള്ള ഓരോ ബിറ്റുകളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ TCCR പറഞ്ഞ പോലെ തന്നെ ഈ TIFR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്തും ഇതുപോലെ 8 ബിറ്റുകളുണ്ട്. ആ 8 ബിറ്റിൽ ഓരോ ബിറ്റും ഓരോ ഫ്ലാഗ് ബിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ഫ്ലാഗ് ബിറ്റിനും പ്രത്യേകം പർപ്പസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് ഇതിനകത്ത് TOV എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് നോക്കാം. ഓക്കെ. അപ്പോൾ TOV നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു TOV 0 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു TOV 1 ഉണ്ട്, പിന്നെ ഇവിടെ ഒരു TOV 2 ഉണ്ട്. ഓക്കെ. അപ്പോൾ TOV എന്താണെന്ന് നമ്മൾ പറഞ്ഞു. TOV എന്ന് പറഞ്ഞാൽ ടൈമറിൻ്റെ ഓവർഫ്ലോ ഫ്ലാഗിനെയാണ് TOV എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ്. അതായത് ആ ടൈമർ 0നെ നമ്മൾ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും അതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അവസാനം ടൈമർ 0ൻ്റെ TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 255 ആണ്. അപ്പോൾ 255ലും അടുത്ത ഒരു സിഗ്നൽ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻക്രിമെൻറ്റ് ചെയ്ത് 256 ആവണം. പക്ഷേ TCNTയിൽ 255 വരെ മാക്സിമം നമുക്ക് 8 ബിറ്റ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും.
അപ്പോൾ ആ അടുത്തൊരു ക്ലോക്ക് സിഗ്നൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓവർഫ്ലോ ആവും. അപ്പോൾ അങ്ങനെ ടൈമർ 0 ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ഈ ബിറ്റ് 1 ആവും. TOV0 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആവും. ഓക്കെ. അതുപോലെ ടൈമർ 1 ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ TOV1 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആവും. അതുപോലെ ടൈമർ 2 ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ TOV2 എന്ന് പറഞ്ഞ ബിറ്റ് 1 ആവും. ഓക്കെ. അപ്പോൾ ആ 3 ബിറ്റുകൾ, ഈ 8 ബിറ്റിൽ 3 ബിറ്റുകൾ ടൈമറിൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ് ബിറ്റുകളാണ്. അപ്പോൾ ടൈമർ 0 ഓവർഫ്ലോ ആവുന്നതാണ് ഇവിടെ ഈ ബിറ്റ് 0th ബിറ്റ്. ടൈമർ 1 ഓവർഫ്ലോ ആവുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്കൻഡ് ബിറ്റ്. ടൈമർ 2 ഓവർഫ്ലോ ആവുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 6ാമത്തെ ബിറ്റ്. ഓവർഫ്ലോ ആകുമ്പോൾ ഈ ഫ്ലാഗ് ബിറ്റിൻ്റെ വാല്യൂ 1 ആവും. ഓക്കെ. അപ്പോൾ ആ കറസ്പോണ്ടിങ് ഇൻറ്ററപ്റ്റ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ TOV കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് OCF എന്ന് പറഞ്ഞ ഫ്ലാഗാണ്. OCF. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടൈമർ വർക്ക് ചെയ്യുന്ന രണ്ടാമത്തെ മോഡ് ഉണ്ടായിരുന്നു. അതായത് TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററും OCR എന്ന് പറഞ്ഞ രജിസ്റ്ററും രണ്ടും കൂടിയും കമ്പയർ ചെയ്തിട്ട്, അതായത് OCRനകത്ത് നമ്മളൊരു ഇനീഷ്യൽ കൗണ്ട് കൊടുക്കും. TCNT 0 മുതൽ ഓരോ ക്ലോക്ക് വരുമ്പോഴും ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. അങ്ങനെ അവസാനം TCNTയും OCRും രണ്ടും ഈക്വൽ ആവും. അത് രണ്ടും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് ഇത് ടൈമർ 0ൻ്റെതാണ്. ടൈമർ 0ൻ്റെ ഔട്ട്പുട്ട് കമ്പാരിസൺ ഈക്വൽ ആവുകയാണെങ്കിൽ ഈ OCF 0 എന്നുള്ളത് 1 ആവും. ഇനി ടൈമർ 2ൻ്റെത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ OCF 2 1 ആവും. ടൈമർ 1 ആണെങ്കിൽ അതിൽ 8 ബിറ്റുള്ള 2 ടൈമേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ടൈമർ 1A ആണ് ഈക്വൽ ആവുന്നതെങ്കിൽ OCF 1A 1 ആക്കി സെറ്റ് ചെയ്യും. ഈ ടൈമർ 1Bയും അതുപോലെ OCR 1Bയും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ OCF 1B എന്നുള്ളത് 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ. അപ്പം ഈ ഫ്ലാഗുകൾ OCF എന്ന് പറഞ്ഞ ഫ്ലാഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അതായത് TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററും OCR എന്ന് പറഞ്ഞ രജിസ്റ്ററും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് ടൈമറിൻ്റെ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം 7 ബിറ്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ബാക്കിയുള്ളത് ICF എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ബിറ്റാണ്. അതിൻ്റെ ഫുൾ ഫോം ഇൻപുട്ട് ക്യാപ്ചർ ഫ്ലാഗ് എന്നാണ്. ഇൻപുട്ട് ക്യാപ്ചർ ഫ്ലാഗ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് കൺസെപ്റ്റാണ്. ആ വേവ് ജനറേഷൻ്റെ കേസിലാണ് നമുക്ക് ഈ ICF എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാഗ് ബിറ്റിന് ആവശ്യമുള്ളത്. ഇപ്പോൾ നമ്മളതിൻ്റെ ഫുൾ ഫോം മാത്രം കൊടുത്ത് വെച്ചാൽ മതി. ഇൻപുട്ട് ക്യാപ്ചർ ഫ്ലാഗ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ. അപ്പോൾ ടൈമറിനെ പ്രോഗ്രാം ചെയ്യാനുള്ള രണ്ടാമത്തെ രജിസ്റ്ററാണ് TIFR എന്ന് പറഞ്ഞ രജിസ്റ്റർ, ടൈമർ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ. ഈ ഫ്ലാഗ് രജിസ്റ്ററിനകത്താണ് ടൈമർ ഓവർഫ്ലോ ആവുന്ന സമയത്തും അതുപോലെ കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആവുന്ന സമയത്തും ഫ്ലാഗ് ബിറ്റുകൾ സെറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഫ്ലാഗ് ബിറ്റിനെ നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് ടൈമർ ഓവർഫ്ലോ ആയോ അതല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് രണ്ടും ഈക്വൽ ആയോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ കറസ്പോണ്ടിങ് ബിറ്റുകൾ നോക്കിയിട്ടാണ്. ഓക്കെ. സോ ഇതാണ് TIFR എന്ന് പറഞ്ഞ രജിസ്റ്റർ. ഓക്കെ. ഇത് ഫ്ലാഗ് ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇങ്ങനെ 8 ഫ്ലാഗ് ബിറ്റ്സ് ഉണ്ട്. ആ 8 ഫ്ലാഗ് ബിറ്റിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഫ്ലാഗ് ബിറ്റ് 1 ആവുന്നതോടെ അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഇൻ്ററപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇനേബിൾ ആവും. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ടൈമർ ഓപ്പറേറ്റിംഗ് മോഡ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടൈമേഴ്സിന് 4 വിധത്തിൽ വർക്ക് ചെയ്യാം, 4 മോഡ്സിൽ വർക്ക് ചെയ്യാൻ പറ്റും. നോർമൽ മോഡ് ഉണ്ട്, അതുപോലെ CTC മോഡ് ഉണ്ട്, പിന്നെ PWM മോഡ് ഉണ്ട്, പിന്നെ ഫാസ്റ്റ് PWM മോഡ് ഉണ്ട്. ഇതാണ് 4 മോഡുകൾ. അതിൽ ഫസ്റ്റത്തെ 2 മോഡ് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് നോർമൽ മോഡ്. നോർമൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് മോഡ് ദ കൗണ്ട് ഓഫ് ദ ടൈമർ ഓർ കൗണ്ടർ ഇൻക്രിമെൻറ്റ് വിത്ത് ഈച്ച് ക്ലോക്ക്. ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഈ ടൈമറിൻ്റെ കൗണ്ട് 1 വെച്ചിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ദെൻ ഇറ്റ് കൗണ്ട്സ് അപ്പ് അൻറ്റിൽ ഇറ്റ് റീച്ചസ് മാക്സിമം ഓഫ് FF. അതായത് 8 ബിറ്റ് ആണുള്ളത്. 8 ബിറ്റിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ FF, അതല്ലെങ്കിൽ 255 ഡെസിമലിൽ. ഓക്കെ. അപ്പോൾ 00 to FF ആവുന്നത് വരെ അതിങ്ങനെ കൗണ്ട് ചെയ്ത് പോകും. ദെൻ ഇറ്റ് റോൾ ബാക്സ് ഓവർ ഫ്രം FF to 00. അപ്പോൾ ഈ FF എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് 8 ബിറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും എന്ത് ചെയ്യും, അത് 0 ആവും. ഇതാണ് ടൈമർ 0ൻ്റെ നോർമൽ മോഡ്. അതായത് ടൈമർ 0 ആണെങ്കിൽ TCNT 0 എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ് നമ്മൾ ടൈമറിൻ്റെ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഓരോ TCNT ആദ്യം 0 ആയിരിക്കും ഉണ്ടാകും.
ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ഇത് 1 2 3 4 5 6 അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് അവസാനം അത് 255 അതല്ലെങ്കിൽ FF വരെ ഇൻക്രിമെന്റ് ചെയ്യും. അതാണ് ഹെക്സാഡെസിമൽ FF വരെ ഇൻക്രിമെന്റ് ചെയ്യും. FF കഴിഞ്ഞ് അടുത്ത ക്ലോക്ക് സിഗ്നൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ വീണ്ടും 00 തന്നെ ആയിട്ട് മാറും, റോൾ ബാക്ക് ചെയ്യും. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് മോഡ്സിനാണ് നമ്മൾ നോർമൽ മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡാണ് CTC മോഡ്, അതായത് ക്ലിയർ ടൈമർ ഓൺ കമ്പയർ മാച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ TCNT എന്ന് പറഞ്ഞ രജിസ്റ്ററിനെ കൂടാതെ OCR എന്ന് പറഞ്ഞ ഒരു രജിസ്റ്ററും കൂടി യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ OCR എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്ത് നമ്മളൊരു ഇനീഷ്യൽ വാല്യൂ കൊടുത്തു വെക്കും. ആ ഇനീഷ്യൽ വാല്യൂവും ഈ കൗണ്ടിങ് രജിസ്റ്ററിൻ്റെ കൗണ്ടിങ് വാല്യൂവും രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ടൈമർ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർഫ്ലോ ആവും. ഓക്കെ, അതാണ് ഈ രണ്ടാമത്തെ മോഡ്. ഓക്കെ, ദ ടൈമർ ഈസ് ഇൻക്രിമെൻറ്റഡ് വിത്ത് ഈച്ച് ക്ലോക്ക്. ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും ടൈമർ ഇൻക്രിമെൻറ്റ് ചെയ്യും. It counts up until the count of the TCNT 0 register becomes equal to the content of OCR. ആ TCNT 0ൻ്റെ കൗണ്ടും OCRൻ്റെ കണ്ടന്റും രണ്ടും ഈക്വൽ ആവുന്നത് വരെ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. Then രണ്ടും ഈക്വൽ ആവുകയാണ്, then the timer will be cleared and output compare flag will be set. ഓക്കെ, അപ്പോൾ ഇതാണ് TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ. അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ നമ്മളൊരു OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. അതിന് ഇപ്പോൾ ഇതിനകത്ത് FF ആണ് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുക TCNTയിൽ. അപ്പോൾ അതിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിരിക്കും OCRനകത്ത് ഉണ്ടാവുക. നമ്മളൊരു 255 ഇതിനകത്ത് ഒരു 200 സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെച്ചോ. അപ്പോൾ ഇത് 0 1 2 3 എന്ന് പറഞ്ഞ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോയിട്ട് അവസാനം ഇത് രണ്ടും ഈ OCRും TCNTയും രണ്ടും ഈക്വൽ ആവും. ഈക്വൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇത് നേരെ താഴേക്ക് തന്നെ വരും, 0 ആവും. ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്യാൻ ചെയ്യും. ഇത് ഓവർഫ്ലോ ആവാൻ നിൽക്കില്ല. ഓക്കെ, ഓവർഫ്ലോ ആവണമെങ്കിൽ FF വരെ പോകണമല്ലോ. അപ്പോൾ FF വരെ പോയിട്ട് ഓവർഫ്ലോ ആവാൻ നിൽക്കില്ല. ഈ OCRൻ്റെ കണ്ടന്റും TCNTൻ്റെ കണ്ടന്റും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ബിറ്റിനെ 1 ആക്കിയതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും 0ലേക്ക് തന്നെ വരും. അതാണ് CTC മോഡ്. ഓക്കെ, പിന്നെ ഒരു PWM മോഡും ഉണ്ട്, ഫാസ്റ്റ് PWM മോഡുണ്ട്. ജസ്റ്റ് എക്സാക്റ്റ് അത് രണ്ടിൻ്റെയും പേര് മാത്രം നമുക്ക് എഴുതി വെച്ചാൽ മതി. പൾസ് വിഡ്ത്ത് മോഡുലേഷനും അതുപോലെ ഫാസ്റ്റ് പൾസ് വിഡ്ത്ത് മോഡുലേഷനും. നെക്സ്റ്റ്, ഒരു ടൈമർ 0 എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക? അപ്പോൾ ടൈമർ 0 പ്രോഗ്രാം ചെയ്യാനുള്ള എല്ലാ രജിസ്റ്റേഴ്സും ഇപ്പോൾ നമ്മൾ പഠിച്ചു. TCNT രജിസ്റ്റർ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ, TCC R0 എന്ന് പറഞ്ഞ രജിസ്റ്റർ ആ ടൈമറിൻ്റെ ക്ലോക്ക് സെറ്റ് ചെയ്യാനും അതിൻ്റെ മോഡ് സെറ്റ് ചെയ്യാനും, അതുപോലെ TIF ടൈമർ ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ ടൈമറിൻ്റെ ഫ്ലാഗ് ബിറ്റ്സുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ, അതുപോലെ OCR ഔട്ട്പുട്ട് കമ്പയർ മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ. ഇത്രയും രജിസ്റ്ററുകളാണ് നമുക്ക് ടൈമറിന് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്കൊരു ടൈമർ 0നെ, അപ്പോൾ നമ്മൾ 2 മോഡ് പറഞ്ഞു, നോർമൽ മോഡുണ്ട് CTC മോഡുണ്ട്. അപ്പോൾ ടൈമർ 0നെ എനിക്ക് നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ലോഡ് TCNT 0 രജിസ്റ്റർ വിത്ത് ഇനീഷ്യൽ കൗണ്ട് വാല്യൂ. ഓക്കെ, അപ്പോൾ TCNTക്കകത്ത് നമുക്കൊരു ഇനീഷ്യൽ കൗണ്ട് വാല്യൂ കൊടുക്കാം. അത് TCNTയിൽ മാക്സിമം FF വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുക. FF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 255. ഇപ്പോൾ എനിക്കൊരു 50 ആണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. 50 ക്ലോക്ക് സിഗ്നൽസ് ആണ് എനിക്ക് കൗണ്ട് ചെയ്യണമെങ്കിൽ ഞാൻ TCNTയിൽ ആദ്യം എത്ര കൊടുക്കണം? 205 എന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 205 കൂടി 50 കൂടി വരുമ്പോൾ 255 ആയി. അപ്പോൾ 255 ആകുമ്പോഴാണ് ഇത് ഓവർഫ്ലോ ആവുക. 256 ആവുന്ന സമയത്ത് ഓവർഫ്ലോ ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയാണോ കൗണ്ട് ചെയ്യേണ്ടത് അത് ആ 255 മൈനസ് ചെയ്തിട്ട് ഇതിനകത്തൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കാം. ഓക്കെ, ഇനി 00 ആണ് കൊടുക്കുന്നതെങ്കിൽ 255 ആയാലേ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓവർഫ്ലോ ആവുള്ളൂ. നമ്മളിതിനകത്തൊരു 100 കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് 105 ആകുമ്പോഴത്തേന് ഈ ആദ്യം ഉണ്ടായിരുന്ന ഇനീഷ്യൽ 100ഉം പിന്നത്തെ ആ 155 കൂടി ആകുമ്പോഴത്തേന് അത് 255 ആയിട്ട് ഓവർഫ്ലോ ആവും. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് ഇനീഷ്യൽ വാല്യൂ വേണ്ടത് അത് TCNT 0യിൽ കൊടുക്കുക ആദ്യം. അതിനുശേഷം TCC R0 എന്ന് പറഞ്ഞ രജിസ്റ്റർ, ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ, ഇതാണ് ടൈമറിൻ്റെ മോഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോഡ് സെറ്റ് ചെയ്യുമ്പം നമുക്ക് അവസാനത്തെ 3 ബിറ്റുകൾ ക്ലോക്ക് സെലക്ഷൻ ബിറ്റാണ്. അപ്പോൾ ആ ക്ലോക്ക് സെലക്ഷൻ ബിറ്റിൽ ഏതൊക്കെയാണ് ഇപ്പം നോർമൽ ക്ലോക്കിൽ വർക്ക് ചെയ്യണോ, അതല്ലെങ്കിൽ ക്ലോക്ക് ബൈ 8 വേണോ, അല്ലെങ്കിൽ ക്ലോക്ക് ബൈ 4 വേണോ, അല്ലെങ്കിൽ ക്ലോക്ക് ബൈ 16 വേണോ. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആ ബിറ്റുകൾ സെറ്റ് ചെയ്യാം. അതുപോലെ നോർമൽ മോഡാണെങ്കിൽ വേവ് ജനറേഷൻ മോഡ് WGM എന്ന് പറഞ്ഞ 2 ബിറ്റ് ഉണ്ടായിരുന്നു. ആ 2 ബിറ്റിലും 00 കൊടുക്കുക. അപ്പോൾ അത് നോർമൽ മോഡിലാണ്. ഓക്കെ,
അപ്പോൾ TCC/R0യിൽ നമുക്ക് ക്ലോക്ക് സിഗ്നൽ എന്താണോ വേണ്ടത് അതും ടൈമറിൻ്റെ മോഡ് എന്താണോ വേണ്ടത് അതും അതിനാവശ്യമുള്ള ബിറ്റുകൾ TCC/R0യിൽ കൊടുക്കാം. ദെൻ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ടൈമർ ഓൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ക്ലോക്ക് സിഗ്നൽ വരുമ്പോൾ ഓരോ ക്ലോക്ക് വരുമ്പോഴും അതിൻ്റെ കൗണ്ടിങ് വാല്യൂസ് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. എന്നിട്ട് നമുക്ക് ആ ടൈമർ ഓവർഫ്ലോ ആയോ ഇല്ലേ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടൈമർ ഓവർഫ്ലോ ആയോ ഇല്ലേ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ TOV എന്ന് പറഞ്ഞ ഫ്ലാഗ് ഉണ്ട്, ടൈമർ ഓവർഫ്ലോ ഫ്ലാഗ്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലാഗ് ബിറ്റിൻ്റെ വാല്യൂ 1 ആയോ ഇല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഫ്ലാഗ് 1 ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടൈമർ 0 ഓവർഫ്ലോ ആയെന്നാണ് അർത്ഥം. ഓവർഫ്ലോ ആവുക പറഞ്ഞാൽ FFും കഴിഞ്ഞ് പിന്നെ ഒരു ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് 00 തന്നെ ആയിട്ട് ഓവർഫ്ലോ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ TOV ഫ്ലാഗിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കാം. എപ്പോഴാണോ അത് 0 അത് 1 ആവുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ടൈമർ ഓവർഫ്ലോ ആയെന്നാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓവർഫ്ലോ ആയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ടൈമറിനെ വീണ്ടും ക്ലിയർ ചെയ്യാം. ഓക്കെ, അടുത്തത് സ്റ്റോപ്പ് ദ ടൈമർ ബൈ ലോഡിങ് 0 to TCC/R0. അപ്പോൾ നമുക്ക് ടൈമറിൻ്റെ കൺട്രോൾ രജിസ്റ്ററാണ് TCC/R0. അപ്പോൾ TCC/R0യിലേക്ക് നമ്മൾ 00 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ TCC/R0ൻ്റെ എല്ലാ ബിറ്റുകളും 0 ആവും. അപ്പോൾ ടൈമർ അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ ക്ലിയർ TOV ഫ്ലാഗ്. അപ്പോൾ TOV നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത TOV എന്ന് പറഞ്ഞ ഫ്ലാഗ് ഇപ്പോൾ 1 ആയി നിൽക്കുന്നുണ്ടാവും. ഇനിയും ടൈമറിനെ വീണ്ടും വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം TOVനെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനെ നെക്സ്റ്റ് റൗണ്ടിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് TOVനെ വീണ്ടും ക്ലിയർ ചെയ്യും. ദെൻ ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 1 ടു ലോഡ് TCNT അഗെയിൻ. പിന്നെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ TCNT 0 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ ഒരു ഇനീഷ്യൽ കൗണ്ട് വാല്യൂ കൊടുക്കും. അവിടെ മുതലാണ് അത് 1 2 3 അതിൻ്റെ ശേഷം ഇപ്പോൾ 10 ആണ് കൊടുത്തെങ്കിൽ 11 12 അങ്ങനെ വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ 50 ആണ് കൊടുത്തെങ്കിൽ ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും 51 52 അവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ എത്രയാണോ ഇനീഷ്യൽ വാല്യൂ വേണ്ടത് അത് TCNT 0യിൽ കൊടുക്കുക. ദെൻ TCC/R0യിൽ എന്ത് ചെയ്യണം, അതിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനും ക്ലോക്ക് സെലക്ട് ചെയ്യാനുള്ള ആ ബിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൗണ്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. കൗണ്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് TOV എന്ന് പറഞ്ഞാൽ ഫ്ലാഗിനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ടൈമർ ഓവർഫ്ലോ ആയോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴാണോ ടൈമർ ഓവർഫ്ലോ ആവുന്നത് അപ്പോൾ TOV എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ബിറ്റ് 1 ആയിരിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം ടൈമറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ TCC/R0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് 0 കൊടുക്കുക. ടൈമർ സ്റ്റോപ്പ് ആവും. ദെൻ TOV എന്നുള്ള ഫ്ലാഗ് ഇപ്പോൾ 1 ആയിട്ട് അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാം അടുത്ത റൗണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഗോ ബാക്ക് ടു സ്റ്റെപ്പ് 1, ഇവിടേക്ക് തന്നെ പോവാം, അത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പം ഇത്രയാണ് അത് പ്രോഗ്രാം ചെയ്യാനുള്ള സ്റ്റെപ്പ്. അടുത്തതായിട്ട് നമുക്ക് ഈ ടൈമർ ഉപയോഗിച്ച് ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ C program to toggle all bits of port B continuously with some delay. Use timer 0 in normal mode and no prescaler option to generate the delay. അതായത് പോർട്ട് ബിനെ നമുക്ക് ടോഗിൾ ചെയ്യണം. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ പോർട്ട് ബിയിൽ 8 പിന്നുകൾ ഉണ്ടാവും. അത് ഓണും ഓഫും ആക്കുക, അതിനിടയിൽ ഒരു ഡിലേ കൊടുക്കുക, അതാണ് നമ്മൾ ടോഗിൾ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഡിലേ ജനറേറ്റ് ചെയ്യാൻ നമ്മൾക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് ലൈബ്രറിയിൽ ഒരു അണ്ടർസ്കോർ ഡിലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാതെ മൂന്നാമത്തെ മെത്തേഡാണ് ടൈമർ. ഓക്കെ, ടൈമർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ടൈമർ 0 എന്ന് പറഞ്ഞ ടൈമർ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ആ ഡിലേ ജനറേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ടൈമർ 0നെ നോർമൽ മോഡിലായിരിക്കണം നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ക്ലോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ക്ലോക്കിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണം. അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമറിനെ പ്രോഗ്രാം ചെയ്യാൻ ആവശ്യമുള്ള രജിസ്റ്റേഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഒരു ഡിലേ അല്ലെങ്കിൽ പോർട്ട് ബിനെ ടോഗിൾ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമ്മൾ ആവശ്യമുള്ള ഹെഡർ ഫയൽസ് കൊടുത്തു. ഇവിടെ നമ്മുടേതായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ പേര് അവർ ഡിലേ എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ആദ്യം ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തു. ദെൻ മെയിൻ ഫംഗ്ഷൻ, മെയിനകത്ത് നമുക്ക് പോർട്ട് ബിനാണ് ടോഗിൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോർട്ട് ബിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ പോർട്ട് ബിനെ ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, DDR-Bയിൽ FF എന്ന് പറഞ്ഞാൽ ഡാറ്റ കൊടുക്കാം. അപ്പോൾ DDR-Bയിൽ FF കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് ബി ഔട്ട്പുട്ട് മോഡിൽ കോൺഫിഗർ ആവും. ഓക്കെ, ദെൻ ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് കൊടുക്കുക while 1. അതിനകത്ത് ആദ്യം പോർട്ട് ബി ഈക്വൽ ടു 55 എന്ന് പറയും. 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 10 10 10. അപ്പോൾ ആൾട്ടർനേറ്റ് LEDs ഓൺ ആവും. ഓക്കെ,
അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ഡിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, അവർ ഡിലേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡിലേ കിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും for to be equal to 0x a എന്ന് കൊടുക്കും. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10101010. 55 എന്ന് പറഞ്ഞാൽ 01010101 ആണ്. അപ്പോൾ നേരത്തെ ഓഫ് ആയ LEDs a എന്ന് പറയുമ്പോൾ ഓൺ ആവുകയും ചെയ്യും, നേരത്തെ ഓൺ ആയ LEDs ഈ ഡാറ്റ കൊടുക്കുമ്പോൾ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ആൾട്ടർനേറ്റ് LEDs ഓണും ഓഫും ആവും. അതിനുശേഷം നമ്മളിവിടെ ഒരു ഡിലേ കൊടുക്കുക. ഓക്കെ, ഡിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫംഗ്ഷനെ കോൾ ചെയ്യും. നമ്മൾ മുമ്പ് ചെയ്ത പ്രോഗ്രാമിലൊക്കെ ഇവിടെ _delay _ms എന്ന് പറഞ്ഞ ലൈബ്രറി ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതിന് പകരം നമ്മളോട് പറഞ്ഞത് ടൈമർ ഉപയോഗിച്ചിട്ട് ഒരു ഡിലേ നമ്മളെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഡിലേ ജനറേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയത്. അപ്പോൾ ആ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് നമുക്ക് എഴുതേണ്ടത്. ഈ ഫംഗ്ഷനകത്ത് എന്തൊക്കെയാണ് വേണ്ടത് ഡിലേ ജനറേറ്റ് ചെയ്യാൻ. അതാണ് നമ്മുടെ ടൈമറിൻ്റെ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിലേയുടെ ഫംഗ്ഷന്, void our delay എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷനാണ്. അപ്പോൾ അതിനൊരു ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ്. ദെൻ അതിനകത്ത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ടൈമർ 0നെ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യാനാണ് പറഞ്ഞത്. ടൈമർ 0നെ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യാൻ. അപ്പോൾ ടൈമർ 0നെ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ടൈമർ 0ൻ്റെ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് TCNT0 എന്ന് പറഞ്ഞ രജിസ്റ്ററിനകത്താണ്. ടൈമർ 0ൻ്റെ ടൈമർ ഓർ കൗണ്ടർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ രജിസ്റ്ററിനകത്താണ് ടൈമറിൻ്റെ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇനീഷ്യലി നമ്മൾ അതിനകത്ത് ഒരു 20 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുത്ത് നമ്മളോട് ഇത്ര സെക്കൻഡ്സ് ഡിലേ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഡിലേ ജനറേറ്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ടൈമറിനകത്ത് നമുക്ക് ഒരു ഇനീഷ്യലി TCNTയിൽ ഒരു വാല്യൂ കൊടുക്കും. നമ്മളൊരു 20 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ 20 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ TCNTയിൽ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓരോ ക്ലോക്ക് സിഗ്നൽ വരുന്ന സമയത്തും ഈ TCNT0ൻ്റെ കൗണ്ട് 21, 22, 23 അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെ മാക്സിമം അത് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് 255 ആണ്. 255 ആയതിനു ശേഷം ഒരു ക്ലോക്ക് സിഗ്നൽ വരികയാണെങ്കിൽ ആ രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ഓവർഫ്ലോ ആയിട്ട് വീണ്ടും അത് 0യിലേക്ക് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലി TCNT0യിൽ 20 കൊടുത്തു. ദെൻ നമ്മളടുത്ത് പറഞ്ഞ് ടൈമർ 0നെ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യാനാണ്. അപ്പോൾ ടൈമർ 0നെ നോർമൽ മോഡിൽ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമ്മൾ TCCR എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ. അത് 0 എന്ന് പറഞ്ഞ ടൈമറിനാണ് TCCR0. ഈ രജിസ്റ്ററിനകത്തുള്ള ബിറ്റുകളെ പ്രോഗ്രാം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈമറിൻ്റെ മോഡും അതിൻ്റെ ക്ലോക്ക് സിഗ്നൽസൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ടൈമറിൻ്റെ നോർമൽ മോഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ രജിസ്റ്റർ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു WGM എന്ന് പറഞ്ഞ 2 ബിറ്റ്സുകൾ ഉണ്ടായിരുന്നു. WGM 00യും 01. ഓക്കെ, ആ 2 ബിറ്റുകളാണ് ടൈമറിൻ്റെ മോഡ് തീരുമാനിക്കുന്നത്. ആ ബിറ്റിൽ രണ്ടും 00 ആണെങ്കിൽ ടൈമർ നോർമൽ മോഡിലായിരുന്നു. അതേപോലെ പിന്നെ ടൈമറിൻ്റെ ക്ലോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബിറ്റുകൾ ഉണ്ടായിരുന്നു. CS എന്ന് പറഞ്ഞിട്ടുള്ള 3 ബിറ്റ്, CS 00, 01, 02. ഓക്കെ, ആ 3 ബിറ്റുകളിൽ നമ്മൾ 001 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ സാധാ ക്ലോക്ക് സിഗ്നൽ എന്താണോ ആ ക്ലോക്ക് സിഗ്നലിൻ്റെ ബേസിൽ വർക്ക് ചെയ്യും. നോർമൽ ക്ലോക്ക് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ 001 എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് TCCR എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് രജിസ്റ്ററിനകത്ത് 01 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈമർ 0 നോർമൽ മോഡിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ടൈമർ 0നെ നോർമൽ മോഡിൽ സാധാരണത്തെ ക്ലോക്കിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ TCCR0യിൽ 01 എന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മൾ TCNTയിൽ ഇനീഷ്യൽ വാല്യൂ കൊടുത്തു, TCCR0യിൽ ടൈമറിനെ നോർമൽ മോഡിൽ ഡാറ്റ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ടൈമർ ഇവിടെ മുതൽ ഇനി ഓരോ ക്ലോക്ക് സിഗ്നൽ വരുമ്പോഴും കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 21, 22 അങ്ങനെ വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യുക. ഓക്കെ, ഇനി കൗണ്ട് ചെയ്തിട്ട് അത് എപ്പോഴാണ് ഓവർഫ്ലോ ആവുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓവർഫ്ലോ ആവുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ടൈമർ ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു രജിസ്റ്ററും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, TIFR എന്ന് പറഞ്ഞിട്ട് ടൈമർ ഇൻ്ററപ്റ്റ് ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്ററിനകത്ത് 8 ഫ്ലാഗ് ബിറ്റ്സ് ഉണ്ട്. അതിൽ 0th ഫ്ലാഗ് ബിറ്റാണ് TOV0 എന്ന് പറഞ്ഞിട്ട് ടൈമർ 0ൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ്. അപ്പോൾ ആ ടൈമർ 0ൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ് 1 ആണെങ്കിൽ അതിനർത്ഥം ഈ ടൈമർ ഓവർഫ്ലോ ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ടൈമർ 0ൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ് 1 ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ടൈമർ ഇപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടൈമർ 0ൻ്റെ ഓവർഫ്ലോ ഫ്ലാഗ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഈ TIFR എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ ലാസ്റ്റ് ബിറ്റാണ്, 0th ബിറ്റ്. ഓക്കെ, റൈറ്റ് സൈഡിലെ ഫസ്റ്റ് ബിറ്റ്, അതായത് 0th ബിറ്റ്.
അപ്പോൾ ആ 0th ബിറ്റ് 1 ആകുന്നത് വരെ നമുക്ക് ഇതിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അതായത് ടൈമർ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആൻഡ് ഓപ്പറേഷൻ നടത്തുന്നത്. അതായത് TIFR എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ കണ്ടന്റിനെ 0, 1 കൊണ്ട് ആൻഡ് ചെയ്യുക. അപ്പോൾ 0, 1 നമുക്കറിയാം ഒരു ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ രണ്ടും 1 ആണെങ്കിൽ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തത് ടൈമർ ഓവർഫ്ലോ ആയിട്ടില്ലെങ്കിൽ TIFRൻ്റെ ലാസ്റ്റ് ബിറ്റ്, അതായത് 0th ബിറ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ 0ഉം 1ഉം ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത് വീണ്ടും ഈ വൈൽ ലൂപ്പിൽ കടന്നിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇനി എപ്പോഴാണോ ടൈമർ ഓവർഫ്ലോ ആവുന്നത്, ഓവർഫ്ലോ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? TIFRൻ്റെ 0th ബിറ്റ് 1 ആയിരിക്കും. അപ്പോൾ ആ TIFRൻ്റെ ലാസ്റ്റ് ബിറ്റ് 1ഉം ഇതിൻ്റെ ലാസ്റ്റ് ബിറ്റ് 1ഉമാണ്. അപ്പോൾ ഈ 1ഉം 1ഉം ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 ആണ് കിട്ടുക, 0 അല്ല. അപ്പോൾ ഈ ലൂപ്പ് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉപയോഗം ടൈമർ ഓവർഫ്ലോ ആയോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൈമർ ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ടൈമറിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ. അതിനകത്തേക്ക് 0 എന്ന് കൊടുത്താൽ മതി. ആ രജിസ്റ്ററിലെ എല്ലാ ബിറ്റും 0 ആക്കി കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്പ് ആവും. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ TIFRലെ ഒരു ഫ്ലാഗ് ബിറ്റ് ടൈമർ ഓവർഫ്ലോ ആകുമ്പോൾ ആ ഫ്ലാഗ് ബിറ്റ് 1 ആയിട്ട് സെറ്റ് ചെയ്തിരുന്ന് അതിനെ കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ TIFRൽ 0 കൊടുക്കുന്നത്. അപ്പോൾ ആ ഓവർഫ്ലോ ഫ്ലാഗും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിലേ ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ 0നെ നോർമൽ മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നോർമൽ മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാം. TCNT 0ൽ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കുക, ഇവിടെ 0 കൊടുക്കാം, 1 കൊടുക്കുക, എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മുതലായിരിക്കും കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ TCCR 0ൽ 0, 1 കൊടുക്കുക, അപ്പോൾ ടൈമർ 0 നോർമൽ മോഡിൽ വർക്ക് ചെയ്യും. പിന്നെ TIFRൻ്റെ ലാസ്റ്റ് ബിറ്റ് ചെക്ക് ചെയ്യുക, ആ ലാസ്റ്റ് ബിറ്റ് 1 ആവുന്നത് വരെ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിൽ ഇടുക. ലാസ്റ്റ് ബിറ്റ് 1 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പ് വൈൽ ലൂപ്പ് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ബിറ്റ് 1 ആവുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത് ഓവർഫ്ലോ ആയെന്നാണ്. ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് TCCR 0 എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് 0 കൊടുത്താൽ മതി. അപ്പോൾ ആ രജിസ്റ്ററിൻ്റെ എല്ലാ ബിറ്റുകളും 0 ആവും. 0 ആയിക്കഴിഞ്ഞാൽ ടൈമർ സ്റ്റോപ്പ് ആവും. ദെൻ TIFRനെ വീണ്ടും 0 ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിലേൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ ഉപയോഗിച്ചിട്ട് ഒരു ഡിലേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈമർ 2 പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 3 ടൈമേഴ്സ് ആണ് ATmega32നകത്തുള്ളത്. ടൈമർ 0 ഉണ്ട്, ടൈമർ 1 ഉണ്ട്, ടൈമർ 2 ഉണ്ട്. ടൈമർ 0യും ടൈമർ 2ഉം 8 ബിറ്റ് ടൈമേഴ്സ് ആണ്. ടൈമർ 1 പക്ഷേ 16 ബിറ്റാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കി ടൈമർ 0യും ടൈമർ 1ഉം സെയിം തന്നെയാണ്. അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈലും എല്ലാം പ്രൊസീജിയേഴ്സും സെയിം തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ആ രജിസ്റ്റേഴ്സിൻ്റെ പേരിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് 0 എന്നുള്ള സ്ഥാനത്ത് കംപ്ലീറ്റ് ഇവിടെ 2 എന്നാണ് വരിക. അതായത് ടൈമർ 2ൻ്റെ കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ TCNT 2 ആണ്. ഇത് ടൈമർ 0 ആയിരുന്നെങ്കിൽ ഇവിടെ TCNT 0 ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ടൈമർ TCNT 2 ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ ആ ഓവർഫ്ലോ ആയത് ആ ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് TOV2 എന്ന് പറഞ്ഞ ഫ്ലാഗാണ്. ഇത് ടൈമർ 0 ആയിരുന്നെങ്കിൽ TOV0 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഔട്ട്പുട്ട് കമ്പാരിസൺ മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇനീഷ്യൽ എന്താ പറയുക ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്ററാണ് OCR. ആ OCR എന്ന് പറഞ്ഞ രജിസ്റ്റർ ടൈമർ 0 ആണെങ്കിൽ ഇവിടെ OCR 0 എന്നായിരിക്കും ഉണ്ടാവുക. ഇത് ടൈമർ 2 ആയതുകൊണ്ട് OCR 2 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി TCNT 2 എന്ന് പറഞ്ഞ രജിസ്റ്ററും OCR 2 എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ കണ്ടന്റ് ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് OCF2 എന്ന് പറഞ്ഞ ഒരു ഫ്ലാഗ് ബിറ്റ് ഉണ്ട്, അതായത് ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 2. ഇത് ടൈമർ 0ൻ്റെ കേസിലാണെങ്കിൽ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 0 എന്നായിരിക്കും പറയാം. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ രജിസ്റ്ററിൻ്റെ പേരിൽ മാത്രം. ബാക്കി അത് പ്രോഗ്രാം ചെയ്യുന്ന ടൈമർ 0ൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റെപ്പ് നമ്മളൊരു എക്സാമ്പിളൊക്കെ നമ്മൾ മുമ്പത്തെ സ്ലൈഡ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ടൈമർ 2ന്. പക്ഷേ അവിടെ ടൈമർ 0 എന്ന് കാണുന്ന ആ 0 എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് 2 ആക്കണം എന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഇനി ഫർദർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടൈമർ 0ൻ്റെ ആ നോട്ട്സ് അല്ലെങ്കിൽ അത് റെഫർ ചെയ്താൽ മതി. സെയിം തന്നെയാണ് ടൈമർ 2. നെക്സ്റ്റ് ടൈമർ 1 പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ടൈമർ 1 നമുക്കറിയാം അതൊരു 16 ബിറ്റ് ടൈമേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ടൈമർ 0യും ടൈമർ 2ഉം 8 ബിറ്റ് ടൈമേഴ്സ് ആണ്. ടൈമർ 1 ഈസ് എ 16 ബിറ്റ് ടൈമർ. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് ലോട്ട്സ് ഓഫ് കേപ്പബിലിറ്റീസും കൂടെ ഉണ്ട്. ഇറ്റ്സ് 16 ബിറ്റ് കൗണ്ട് വാല്യൂ ഈസ് സ്റ്റോർഡ് ഇൻ 2 8 ബിറ്റ് രജിസ്റ്റേഴ്സ്. അതായത് ഇത് 16 ബിറ്റാണ് അതിൻ്റെ കൗണ്ട് വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. 16 ബിറ്റ് ടൈമർ എന്ന് പറഞ്ഞാൽ
അത് കൗണ്ട് ചെയ്യുന്ന ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന വേണ്ടിയിട്ട് 16 ബിറ്റ് രജിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 16 ബിറ്റ് രജിസ്റ്ററിൽ 2 8 ബിറ്റ് ആയിട്ടാണ് 16 ബിറ്റ് രജിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്ന് TCNT1ൻ്റെ ലോവർ ബൈറ്റും TCNT1ൻ്റെ ഹയർ ബൈറ്റും. അപ്പോൾ അത് രണ്ടും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് TCNT1L എന്ന് പറഞ്ഞ രജിസ്റ്ററും TCNT1H എന്ന് പറഞ്ഞ രജിസ്റ്ററുമാണ് ടൈമർ 1ൻ്റെ കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടൈമർ 1 ഓൾസോ ഹാസ് 2 കൺട്രോൾ രജിസ്റ്റേഴ്സ്. 2 കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട് ടൈമർ 1ന്. അത് TCCR1A എന്ന് പറഞ്ഞ രജിസ്റ്ററും TCCR1B എന്ന് പറഞ്ഞ രജിസ്റ്ററുമാണ്. ഓക്കെ, ഇപ്പോൾ 2 കൺട്രോൾ രജിസ്റ്റേഴ്സ് ഉണ്ട്. TCCR1A എന്ന് പറഞ്ഞ രജിസ്റ്ററും TCCR1B എന്ന് പറഞ്ഞ രജിസ്റ്ററും. ഇനി ഈ ടൈമർ 1 ഓവർഫ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് TOV1 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റാണ് സെറ്റ് ആവുക. ഓക്കെ, ടൈമർ 0 ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ TOV0 എന്ന് പറഞ്ഞ ഫ്ലാഗാണ്. ടൈമർ 2 ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ TOV2 എന്ന് പറഞ്ഞ ഫ്ലാഗാണ് സെറ്റ് ആവുക. അതേപോലെ ടൈമർ 1 ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ TOV1 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റാണ് നമുക്ക് സെറ്റ് ആവുക. അതേപോലെ ഇപ്പോൾ ഒരു CTC മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഔട്ട്പുട്ട് കമ്പാരിസൺ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. OCR1A എന്ന് പറഞ്ഞ രജിസ്റ്ററും ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ 1B എന്ന് പറഞ്ഞ രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, അതായത് 16 ബിറ്റ് ടൈമറിന് നമുക്ക് വേണമെങ്കിൽ 2 8 ബിറ്റ് ടൈമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം പാരലലായിട്ട്. അപ്പോൾ അങ്ങനെ 2 8 ബിറ്റ് ടൈമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്താണ് നമുക്കിങ്ങനെ ഈ TCCR1A അതുപോലെ OCR1A, TCCR1B, OCR1B എന്ന് പറഞ്ഞ ഈ രജിസ്റ്റേഴ്സൊക്കെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ടൈമർ 1 കുറിച്ച് കോംപ്ലക്സ് ആണ് അതിൻ്റെ വർക്കിംഗ്, കാരണം 16 ബിറ്റ് ടൈമർ ആയതുകൊണ്ട് തന്നെ. അപ്പം ബേസിക് ആയിട്ട് അതിനകത്ത് ഇത്രയും രജിസ്റ്റേഴ്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ കൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് TCNT1 എന്ന് പറഞ്ഞ രജിസ്റ്ററാണ്. അപ്പോൾ അത് 16 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1ന് ഒരു ലോവർ ബൈറ്റ് രജിസ്റ്റർ ഉണ്ട്, 1ന് ഒരു ഹയർ ബൈറ്റ് രജിസ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ രജിസ്റ്റേഴ്സ് നമുക്ക് വേണമെങ്കിൽ 2 8 ബിറ്റ് ടൈമേഴ്സ് ആയിട്ട് കോൺഫിഗർ ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ TCCR1A എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, TCCRൻ്റെ 1B എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്. ഇനി ടൈമർ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TOV1 എന്ന് പറഞ്ഞ ഫ്ലാഗ് ബിറ്റ് ഉണ്ട്. ഇനി അതുപോലെ ടൈമറിൻ്റെ ഔട്ട്പുട്ട് കമ്പാരിസൺ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് OCR1A എന്ന് പറഞ്ഞ രജിസ്റ്ററും OCR1B എന്ന് പറഞ്ഞ രജിസ്റ്ററും ഇതിനകത്ത് ഉണ്ട്. ഈ 2 രജിസ്റ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് CTC മോഡിൽ വർക്ക് ചെയ്യുന്ന ഈ 2 രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി there are 2 separate flags for each OCR register which acts independent to each other. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 OCR രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ OCR രജിസ്റ്ററും TCNT രജിസ്റ്ററും ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫ്ലാഗ് ബിറ്റും കൂടി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ TCNTയും OCR1Aയും ഈക്വൽ ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 1A എന്നുള്ളതാണ് സെറ്റ് ആവുക. അതേപോലെ TCNT1ഉം OCR1Bയും ഈക്വൽ ആവുകയാണെങ്കിൽ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 1B ആണ് സെറ്റ് ആവുക. ഓക്കെ, then as timer 1 is a 16-bit timer, the OCR registers are also 16-bit and they are made up of 2 8-bit registers. അപ്പോൾ നമുക്കറിയാം ഈ ടൈമർ ഇതൊരു 16-bit ടൈമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്ററും 16 ബിറ്റ് ആയിരിക്കും. എന്നാലേ നമുക്ക് ആ 16 ബിറ്റും 16 ബിറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ 2 രജിസ്റ്റേഴ്സും 16 ബിറ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഈ ടൈമർ 1ൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ്, ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ആദ്യം ഇതാണ് TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ. TCNT1 ടൈമർ 1ൻ്റെ ടൈമർ ഓർ കൗണ്ടർ രജിസ്റ്ററാണ്. ഇതിനകത്താണ് കൗണ്ടിങ് വാല്യൂസ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അത് 16 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, TCNT1H എന്ന് പറഞ്ഞ രജിസ്റ്ററും ഉണ്ട്, TCNT1L എന്ന് പറഞ്ഞ രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, അങ്ങനെ ഈ TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് TCNT എന്ന് പറഞ്ഞ രജിസ്റ്റർ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് TOV എന്ന് പറയുന്നിട്ടുള്ള ഫ്ലാഗ് യൂസ് ചെയ്യുന്നുണ്ട്. TOV എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാഗ് അത് ടൈമർ ഓവർഫ്ലോ ആവുകയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ TOV എന്നുള്ള ഫ്ലാഗ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് CTC മോഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, CTC മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ വേണം. ഇപ്പോൾ 2 ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ ഉണ്ട്. ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ 1Aയും ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ 1Bയും. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ TCNTനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതും 16 ബിറ്റ് തന്നെയാണ്.
അപ്പോൾ ഔട്ട്പുട്ട് കമ്പയർ രജിസ്റ്റർ 16 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1Bയുടെ ഹയർ ബൈറ്റും ഉണ്ട് ലോവർ ബൈറ്റും ഉണ്ട്, അതുപോലെ 1Aയുടെ ഹയർ ബൈറ്റും ഉണ്ട് ലോവർ ബൈറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ CTC മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു ഇനീഷ്യൽ വാല്യൂ കൊടുക്കും, ഇത് ഓരോ ക്ലോക്ക് സിഗ്നലിലും TCNT ഇൻക്രിമെൻറ്റ് ചെയ്യും. അങ്ങനെ ഇത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് എന്നുള്ള ഫ്ലാഗ് സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ TCNTയും അതുപോലെ OCR 1Aയും ആണ് ഈക്വൽ ആവുന്നതെങ്കിൽ OCF 1A സെറ്റ് ആവും. ഇനി അതല്ല TCNTയും OCR 1Bയും ആണ് ഈക്വൽ ആവുന്നതെങ്കിൽ ഔട്ട്പുട്ട് കമ്പയർ ഫ്ലാഗ് 1B ആണ് സെറ്റ് ആവുക. ഓക്കെ, ഇനി ഈ ടൈമേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് TCCR ടൈമർ ഓർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ 1A ഉണ്ട് 1B ഉണ്ട്. ഓക്കെ, അതുപോലെ ഈ ടൈമറിൻ്റെ വേവ് ജനറേഷൻ മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ICR എന്ന് പറഞ്ഞ രജിസ്റ്റർ ഉണ്ട്, ഇൻപുട്ട് ക്യാപ്ചർ രജിസ്റ്റർ. 1H ഉണ്ട് 1L ഉണ്ട്, ലോവർ ബൈറ്റും അതിൻ്റെ ഹയർ ബൈറ്റും. ഓക്കെ, അപ്പോൾ ഇതിലെ എല്ലാ രജിസ്റ്റേഴ്സും 16 ബിറ്റ് ആണ്. പിന്നെ 16 ബിറ്റ് രജിസ്റ്റേഴ്സിൽ TCCR മാത്രം 1Aയും 1Bയും 8 ബിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ടൈമേഴ്സ് 1-നകത്ത് ഉപയോഗിക്കുന്ന മെയിൻ രജിസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈമറായിട്ട് ATmega32 ടൈമറിൻ്റെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ടൈമർ 0യും ടൈമർ 2ഉം 8 ബിറ്റ് ടൈമർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ നെയിംസും അതുപോലെ ബാക്കി ഫംഗ്ഷനും പ്രോഗ്രാമിങ്ങും എല്ലാം സെയിം ആണ്. ടൈമർ 1 16 ബിറ്റ് ആയതുകൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ രജിസ്റ്റേഴ്സും 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ടൈമർ 1ഉം ബാക്കിയുള്ള ടൈമേഴ്സുമായിട്ട് വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്നുകൂടി വാച്ച് ചെയ്യുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് 1-2 പ്രാവശ്യം വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ താങ്ക് യു വെരി മച്ച്.